130 കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ ഊർജാവശ്യങ്ങൾ നിറവേറ്റുക എന്നത് രാജ്യത്തെ ഭരണകൂടം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇതിനൊരു പരിഹാരമായി ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം, ഇന്ത്യൻ പ്രതീക്ഷകളുടെ ഗൾഫായി നമ്മുടെ കൃഷ്ണ ഗോദാവരി തടം മാറുന്നു. അതായത് നമ്മുടെ കൃഷ്ണ ഗോദാവരിയിൽ കാക്കിനാട് തീരത്തോട് ചേർന്ന് എണ്ണ ഖനനം തുടങ്ങി. ഈ ആഴക്കടൽ പദ്ധതി വലിയ വിജയമായി എന്ന് പറയാം. പ്രതിദിനം ഏകദേശം 45,000 ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമത്രേ. നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരത്തെ നല്ലൊരു പങ്കും ക്രൂഡ് ഓയിൽ വാങ്ങാൻ വേണ്ടിയാണ് ചെലവാക്കുന്നത്. എണ്ണ പ്രകൃതിവാതക ആവശ്യത്തിന് വേണ്ടി ഇന്ത്യ വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. റഷ്യ, സൗദി അറേബ്യ, ഇറാഖ്, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ എണ്ണ വരുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു വലിയ സമ്പത്ത് തന്നെ വിദേശത്തേക്ക് ഈ എണ്ണ കച്ചവടം വഴി ഒഴുകുന്നുണ്ട്. എന്നാൽ ഭാവിയിൽ ഇന്ത്യയുടെ ഊർജ്ജ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇന്ത്യയുടെ ഗൾഫ്, ആന്ധ്ര, ആൻഡമാൻ തീരം മാറുമെന്നാണ് സൂചന. കൃഷ്ണ ഗോദാവരി തടത്തിൽ നിന്നും ഇന്ത്യയുടെ പൊതുമേഖല എണ്ണ കമ്പനിയായ ONGCയുടെ എണ്ണ ഖനനം ആരംഭിച്ചു. ഇത് രാജ്യത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ആന്ധ്രാപ്രദേശിലെ കാക്കിനാട് തീരത്തോട് ചേർന്നാണ് ഈ ഖനനം തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ 2016 മുതൽ എണ്ണ ഖനനത്തിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു. ഈ കാക്കിനാട് തീരത്ത് നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരെ കടലിലാണ് ഖനനം നടത്തുന്നത്. മൊത്തം 26 എണ്ണ കിണറുകൾ ഈ മേഖലയിലുണ്ട്. ഇതിൽ 4 എണ്ണത്തിൽ മാത്രമാണ് ഖനനം ആരംഭിച്ചിരിക്കുന്നത്. കൃഷ്ണ ഗോദാവരി നദീ തടത്തോട് ചേർന്ന മേഖലയിലാണ് എണ്ണ കണ്ടെത്തിയിരുന്നത്. മേഖലയിൽ എണ്ണ സാന്നിധ്യം അറിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഖനനത്തിന് വേണ്ടി പ്രവർത്തനം തുടങ്ങിയത് 2016-17 കാലത്താണ്. ഇവിടുത്തെ അതിവേഗ പ്രവർത്തനങ്ങൾ പുരോഗമിക്കവെയാണ് കോവിഡ് വ്യാപനം ഉണ്ടായത്. അതോടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകുകയായിരുന്നു. കോവിഡിന് ശേഷം വീണ്ടും പ്രവർത്തനം സജീവമാക്കിയിട്ടുണ്ട്. അടുത്ത മെയ്, ജൂൺ മാസങ്ങളിൽ പ്രതിദിനം 45,000 ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഉൽപ്പന്നത്തിൽ 7% ഇത്. പൊതുമേഖലാ സ്ഥാപനമായ ONGC ആണ് ഖനനത്തിന് ചുക്കാൻ പിടിക്കുന്നത്. എണ്ണ ഖനനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ കമ്പനി സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി പങ്കുവച്ചു. കൃഷ്ണ ഗോദാവരി തടത്തിൽ ബംഗാൾ ഉൾക്കടലിലാണ് ആഴക്കടലിൽ നിന്ന് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. ദിവസം 45,000 ബാരൽ ക്രൂഡ് ഓയിൽ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാകുമെന്നും കരുതുന്നു. പ്രതിദിനം 1 കോടി ഘനമീറ്റർ പ്രകൃതിവാതകവും ലഭ്യമാവും. 2021 നവംബറിൽ ഇവിടെ ഉൽപാദനം തുടങ്ങാനായിരുന്നു പദ്ധതിയിട്ടത്. എന്നാൽ കോവിഡിനെ തുടർന്ന് ഇത് നീണ്ടുപോയി. മലേഷ്യൻ കമ്പനി ഭൂമി അർമാഡയുടെയും ഷപൂർജി പല്ലൻജി ഓയിൽ ആൻഡ് ഗ്യാസിന്റെയും സംയുക്ത ഉടമസ്ഥതയിലുള്ള അർമാഡ സ്റ്റെർലിംഗ് 5 വിമാനം വാടകയ്ക്കെടുത്താണ് ONGCയുടെ പ്രവർത്തനം. ഇതിന്റെ ഉൽപാദനം പൂർണ്ണ തോതിലെത്തുമ്പോൾ ഇന്ത്യക്ക് ഏകദേശം പ്രതിവർഷം 11,000 കോടി രൂപയുടെ നേട്ടമുണ്ടാകും അത്രേ. നിലവിൽ രാജ്യത്തിന് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ 85% ഇന്ത്യ ഇറക്കുമതിയാണ് ചെയ്യുന്നത്. ഇതൊരു പരിധി വരെ കുറയ്ക്കാനാവും. 2028-30 പെട്രോ കെമിക്കൽ പദ്ധതികൾക്കുള്ള 1 ലക്ഷം കോടി രൂപ ചെലവാകുമെന്നാണ് ONGC വ്യക്തമാക്കുന്നത്. കൃഷ്ണ ഗോദാവരി തീരത്ത് നിന്നുള്ള ക്രൂഡ് ഓയിൽ ഉൽപ്പന്നം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇവിടെ നിന്നുള്ള എണ്ണ ഖനനത്തിൽ പലപ്പോഴും തിരിച്ചടിയാകുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകളും പ്രക്ഷുബ്ധമായ കടലുമാണ്. കൃഷ്ണ ഗോദാവരി തടത്തിൽ റിലയൻസിന്റെ നേതൃത്വത്തിലും എണ്ണ ഖനനം നടക്കുന്നുണ്ട്. ഇവിടെ കണ്ടെത്തിയ എണ്ണപ്പാടങ്ങൾ വലിയ സമ്പുഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ലേലം വിളിച്ചും എണ്ണപ്പാടങ്ങൾ ഖനനത്തിനായി വിട്ടു നൽകാനുള്ള നീക്കങ്ങളിലേക്കാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത്. ഇന്ത്യ ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് കൂടുതൽ എണ്ണ വാങ്ങുന്നത്. ഇറാഖും സൗദി അറേബ്യയുമാണ് 2-3 സ്ഥാനങ്ങളിൽ. റഷ്യ വില ഉയർത്താൻ തുടങ്ങിയതോടെ ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായി ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യക്ക് നൽകുന്ന എണ്ണവില കുറയ്ക്കാൻ സൗദി അറേബ്യ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇത് റഷ്യക്ക് കനത്ത തിരിച്ചടിയാണ്. മാത്രമല്ല സൗദിയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാനുള്ള സാധ്യതയും തള്ളാനാകില്ല. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നൽകുന്ന എണ്ണയ്ക്കാണ് സൗദി അറേബ്യ വില കുറച്ചിരിക്കുന്നത്. ഇതിനിടെയാണ് ഇന്ത്യ ആന്ധ്രാ തീരത്തോട് ചേർന്ന് ഖനനം ആരംഭിച്ചിരിക്കുന്നത്. ഇത് രാജ്യത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.